ഹായ് ഓൾ. നമ്മളിന്ന് സി വി എസ് ചാപ്റ്ററിൽ വരുന്ന മെഡിസിനൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ഡൈഹൈഡ്രോപിരിഡിൻ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. അതായത് ഡൈഹൈഡ്രോപിരിഡിൻ കാൽഷ്യം ചാനൽ ബ്ലോക്കർ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് രണ്ട് ടൈപ്പിലുണ്ട്. ഡൈഹൈഡ്രോപിരിഡിൻസും ഉണ്ട്, നോൺ ഡൈഹൈഡ്രോപിരിഡിൻസും ഉണ്ട്. ഡൈഹൈഡ്രോപിരിഡിൻസിൽ വരുന്നതാണ് എംലോഡിപ്പിൻ, ഫെലോഡിപ്പിൻ, നിഫിഡിപ്പിൻ എന്നൊക്കെ. ഡിപ്പിന്ന് എൻഡ് ചെയ്യുന്നതാണ് ഡൈഹൈഡ്രോപിരിഡിൻസിൽ വരുന്നത്. ഇനി നോൺ ഡൈഹൈഡ്രോപിരിഡിൻസിൽ വരുന്നതാണ് വെരാപ്പമിൽ ആൻഡ് ദിൽറ്റിയാസം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു 4 സ്ട്രക്ചർ തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് ഡൈഹൈഡ്രോപിരിഡിൻ കാൽഷ്യം ചാനൽ ബ്ലോക്കർ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എംലോഡിപ്പിൻ അല്ലെങ്കിൽ നിഫിഡിപ്പിൻ അല്ലെങ്കിൽ ഫെലോഡിപ്പിൻ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ ഡൈഹൈഡ്രോപിരിഡിന്റെ സ്ട്രക്ചർ എന്താണ്? ഡൈഹൈഡ്രോപിരിഡിൻ, പിരിഡിൻ റിംഗ് ആണ്, 6 മെമ്പേർഡ് റിംഗ് ആണ് വിത്ത് 1 നൈട്രജൻ ആറ്റം. അതിൽ 2 ഹൈഡ്രജൻ ആറ്റം കൂടി വരുന്നുണ്ട്. സോ ഇങ്ങനെയാണ് സ്ട്രക്ചർ വരിക. ഓക്കെ, സോ നമുക്കറിയാം പിരിഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും. ഓക്കെ, സോ 6 മെമ്പേർഡ് റിംഗ് വിത്ത് 1 നൈട്രജൻ ആറ്റം, ഇങ്ങനെയാണ് പിരിഡിന്റെ സ്ട്രക്ചർ വരിക. ഡൈഹൈഡ്രോപിരിഡിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടെ ഒരു നൈട്രജന്റെ കൂടെ ഒരു ഹൈഡ്രജൻ ആറ്റം വരും. ഈ 3 ഡബിൾ ബോണ്ട് എന്നുള്ളത് 2ആയി മാറും. ഓക്കെ, ഇതാണ് ഡൈഹൈഡ്രോപിരിഡിന്റെ സ്ട്രക്ചർ. സോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓപ്ഷനിലുള്ള 4 സ്ട്രക്ചറിൽ ഏത് സ്ട്രക്ചറിലാണോ ഈ ഒരു റിംഗ് വരുന്നത്, ഡൈഹൈഡ്രോപിരിഡിൻ റിംഗ് വരുന്നത്, അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ കണ്ടോ, നിക്കാർഡിപ്പിൻ, എംലോഡിപ്പിൻ, ഇസ്രാഡിപ്പിൻ, ഇതിൽ ഏതിൽ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഡൈഹൈഡ്രോപിരിഡിന്റെ സ്ട്രക്ചർ കാണാം. കണ്ടോ, ഇവിടെ ഡൈഹൈഡ്രോപിരിഡിന്റെ സ്ട്രക്ചർ വരുന്നുണ്ട്, ഇതിൽ ഡൈഹൈഡ്രോപിരിഡിൻ വരുന്നുണ്ട്, ഇതിലും വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കേണ്ടത്. ഡൈഹൈഡ്രോപിരിഡിൻ സ്ട്രക്ചർ ഉണ്ടോ എന്ന് നോക്കുക, അത് ചൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി കൊളസ്ട്രോൾ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൊളസ്ട്രോൾ? Option A, cholesterol have a hydroxyl group at carbons. Option B, cholesterol is very hydrophilic compound. Option C, cholesterol has 4 fused hydrocarbon ring. Option D, cholesterol have 3 double bonds in its structure. So ഇതാണ് കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഇതാണ് കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ദിസ് ഈസ് കൊളസ്ട്രോൾ. ഓക്കെ, സോ ഇതിൽ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. കൊളസ്ട്രോൾ ഹാസ് 4 ഫ്യൂസ്ഡ് ഹൈഡ്രോ കാർബൺ റിംഗ്. കണ്ടില്ലേ, 1 2 3 4 ഫ്യൂസ്ഡ് ഹൈഡ്രോ കാർബൺ റിംഗ്സ് വരുന്നുണ്ട്. സോ ഇതാണ് റൈറ്റ് ആൻസർ. കൊളസ്ട്രോൾ ഹാസ് 4 ഫ്യൂസ്ഡ് ഹൈഡ്രോ കാർബൺ റിംഗ്സ്. ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കൊളസ്ട്രോൾ ഹാവ് എ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റ് കാർബൺസ്. ഓക്കെ, കൊളസ്ട്രോളിൽ എല്ലാ കാർബണിലും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഓൺലി 1 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മാത്രമാണ് വന്നിട്ടുള്ളത്, അല്ലേ? ഒരൊറ്റ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മാത്രമാണ് വന്നിട്ടുള്ളത്. ദെൻ കൊളസ്ട്രോൾ, സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് കൊളസ്ട്രോൾ ഈസ് വെരി ഹൈഡ്രോഫിലിക് കോമ്പൗണ്ട്. അതും റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് കൊളസ്ട്രോളില് ഒരു സിംഗിൾ പോളർ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഗ്രൂപ്പ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൽക്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സൈക്ലോ ഗ്രൂപ്പുകളൊക്കെ വരുന്നുണ്ട്. ഇത് ഈ കോമ്പൗണ്ടിനെ കൂടുതൽ ലിപ്പോഫിലിക് അതുപോലെ തന്നെ നോൺ പോളർ ക്യാരക്ടേഴ്സും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൽക്കിൽ ഗ്രൂപ്പ്സും അതുപോലെ തന്നെ സൈക്ലോ റിംഗ്സും, സൈക്ലോ ഗ്രൂപ്പുകളെല്ലാം ലിപ്പോഫിലിക് നോൺ പോളാർ ക്യാരക്ടേഴ്സ് കൊളസ്ട്രോളിന് കൊടുക്കുന്നുണ്ട്. ഒരു സിംഗിൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മാത്രമേ പോളാർ ക്യാരക്ടേഴ്സ് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു വെരി ഹൈഡ്രോഫിലിക് കോമ്പൗണ്ട് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഓപ്ഷൻ ബിയും റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്? കൊളസ്ട്രോൾ ഹാവ് 3 ഡബിൾ ബോൺസ് ഇൻ ഇറ്റ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. 3 ഡബിൾ ബോൺസ് ഉണ്ടോ ഇതിന്റെ സ്ട്രക്ചറിൽ? ഇല്ല, ഒരു സിംഗിൾ ഡബിൾ ബോണ്ട് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഓൺലി 1 ഡബിൾ ബോണ്ട് മാത്രമേ വരുന്നുള്ളൂ. സോ നിങ്ങൾ ഈ സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കുക. ഈ സ്ട്രക്ചർ അറിയെങ്കിൽ ഇതിൽ നിന്ന് ആൻസർ ചൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കൊളസ്ട്രോൾ ഹാസ് 4 ഫ്യൂസ്ഡ് ഹൈഡ്രോ കാർബൺ റിംഗ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ബെനിഫിറ്റ് ഓഫ് ചേഞ്ചിങ് കാർബോക്സിലിക് ആസിഡ് ടു ടെട്രാസോൾ ഇൻ ലോസാർട്ടാൻ? ഓക്കെ, സോ ഇതാണ് ലോസാർട്ടാന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഇതാണ് ലോസാർട്ടാന്റെ സ്ട്രക്ചർ.
നമുക്കറിയാം ഒരു ARB ആണ്, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ ആണ് ലോസാർട്ടാൻ. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ ആണ് ഇതില്. സോ ഇതാണ് സ്ട്രക്ചർ 1. ഈ സ്ട്രക്ചർ 1 നമുക്ക് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, കാർബോക്സിലിക് ആസിഡ് COOH, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണുള്ളത്. അത് പോളാർ ക്യാരക്ടേഴ്സ് ആണ് കൊടുക്കുക. കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് പോളാർ ക്യാരക്ടേഴ്സ് ആണ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഈ സ്ട്രക്ചർ 1 പുവർ ഓറൽ അബ്സോർപ്ഷൻ ആയിരിക്കും. സോ അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്, ഈ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ചേഞ്ച് ചെയ്ത് അതിന്റെ ബയോ ഐസോസ്റ്റർ ആയിട്ടുള്ള ടെട്രാസോൾ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ടെട്രാസോൾ, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് മാറ്റി ടെട്രാസോൾ ഗ്രൂപ്പ് ആഡ് ചെയ്യും. ഇതാണ് ടെട്രാസോൾ ഗ്രൂപ്പ്. ഇത് ആഡ് ടെട്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 നൈട്രജൻ ആറ്റം, ടെട്രാ അസോൾ 4 നൈട്രജൻ ആറ്റം ഉള്ള ഗ്രൂപ്പാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ എന്താ 10 ടൈംസ് മോർ ലിപ്പോഫിലിക് ആയി മാറും. ഓക്കെ, 10 ടൈംസ് മോർ ലിപ്പോഫിലിക് ആയി മാറും. ഓറൽ അബ്സോർപ്ഷനും കൂടാണ് ചെയ്യുന്നത്. ഓക്കെ, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിനെ അതിന്റെ ബയോ ഐസോസ്റ്റർ ആയിട്ടുള്ള ടെട്രാസോൾ വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, റീപ്ലേസ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ലിപ്പോഫിലിസിറ്റി കൂടും, ഓറൽ അബ്സോർപ്ഷൻ കൂടും. അങ്ങനെയാണ് ലോസാർട്ടാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഹാസ് മോർ ഓറൽ അബ്സോർപ്ഷൻ. ഇനി എന്താണ് ബയോ ഐസോസ്റ്റർ എന്നാണ് പറയുന്നത്. അതായത് എ കെമിക്കൽ സബ്സ്റ്റുവന്റ് ഓർ എ ഗ്രൂപ്പ് ദാറ്റ് ക്യാൻ റീപ്ലേസ് അനദർ സബ്സ്റ്റുവന്റ് ഓർ ഗ്രൂപ്പ് വിത്തിൻ എ മോളിക്യൂൾ വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ്ലി ആൾട്ടറിംഗ് ദി ബയോളജിക്കൽ ആക്ടിവിറ്റി ഓഫ് ദി മോളിക്യൂൾ. ഓക്കെ, ഇവിടെ നമ്മൾ ലോസാർട്ടന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു മോളിക്യൂള് അതിൽ ഒരു കെമിക്കൽ സബ്സ്റ്റിറ്റ്യൂവന്റോ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഗ്രൂപ്പോ നമ്മൾ റീപ്ലേസ് ചെയ്യാണ് അനദർ സബ്സ്റ്റിറ്റ്യൂവന്റ് വെച്ചിട്ട്. ഓക്കെ, ഒരു ഗ്രൂപ്പിനെ വേറൊരു ഗ്രൂപ്പ് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റിയിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരില്ല. ബട്ട് നമുക്ക് ഇതുപോലുള്ള പ്രോപ്പർട്ടീസ്, ഈ ലിപ്പോഫിലിസിറ്റി കൂട്ടാനും അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് ഉണ്ടാവും. ബയോളജിക്കൽ ആക്ടിവിറ്റിയിൽ ചേഞ്ചസ് വരില്ല. ഓക്കെ, അതിനെയാണ് ബയോ ഐസോസ്റ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ ലോസാർട്ടാന്റെ കേസ് തന്നെ എടുക്കാം. കാർബോക്സിലിക് ആസിഡിനെ അതിന്റെ ബയോ ഐസോസ്റ്റർ ആയിട്ടുള്ള ടെട്രാസോൾ റിങ് വെച്ച് റീപ്ലേസ് ചെയ്തപ്പോൾ ലിപ്പോഫിലിസിറ്റി കൂടി, ഓറൽ അബ്സോർപ്ഷനും കൂടി. അതുപോലെ ബയോ ഐസോസ്റ്ററിന്റെ വേറെ എക്സാമ്പിൾസ് ആണ് പിരിഡിൻ റിങ്ങിനെ നമുക്ക് ബെൻസീൻ റിങ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അതുപോലെ ഫീനൈൽ ഗ്രൂപ്പിനെ നമുക്ക് തയോഫിൻ റിങ്ങും വെച്ചിട്ടും റീപ്ലേസ് ചെയ്യാം. ഇതൊക്കെയാണ് ബയോ ഐസോസ്റ്ററിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് സേഫ്ലി ഇൻ എ പേഷ്യന്റ് വിത്ത് സൾഫർ അലർജി. ഓക്കെ, സൾഫർ അലർജി ഉള്ള ഒരു പേഷ്യന്റ് ആണ്. ആ പേഷ്യന്റിൽ സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ് ഏതാണ്? ഇത് നമുക്ക് കോമൺലി എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ ഗ്ലിക്ലാസൈഡ്, ഓപ്ഷൻ ബി ഫുറോസമൈഡ്, ഓപ്ഷൻ സി സൾഫാമീദോക്സസോൾ, ഓപ്ഷൻ ഡി സോഡിയം തയോസൾഫേറ്റ്. സോ ആൻസർ വരുന്നത് സോഡിയം തയോസൾഫേറ്റ് ആണ്. നമുക്കിവിടെ എല്ലാത്തിൻ്റെയും 4 ഓപ്ഷൻസിൻ്റെയും സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് സൾഫ അലർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ പേഷ്യന്റ് ഈസ് അലർജിക് ടു സൾഫോണമൈഡ് ഗ്രൂപ്പ്. ഓക്കെ, അതിനെയാണ് സൾഫ അലർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൾഫ അലർജി മീൻസ് സൾഫർ ആറ്റത്തിനല്ല, സൾഫോണമൈഡ് ഗ്രൂപ്പിനെ ആയിരിക്കും ആ പേഷ്യന്റിന് അലർജി കോസ് ചെയ്യുന്ന റീസൺ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്ട്രക്ചർ വരുന്നത് ഗ്ലിക്ലാസൈഡിന്റെ സ്ട്രക്ചർ ആണ്. അതിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ സൾഫോണമൈഡ് ഗ്രൂപ്പ് കാണാം, SO2NH2 അല്ലെ, സൾഫോണമൈഡ് ഗ്രൂപ്പ് ആണ്. ദെൻ ഫുറോസമൈഡിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെയും വരുന്നുണ്ട് SO2NH2 സൾഫോണമൈഡ് ഗ്രൂപ്പ്. ദെൻ സൾഫാമീദോക്സസോൾ നോക്കുകയാണെങ്കിൽ SO2NH2 വരുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതൊന്നും ആ പേഷ്യന്റിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തായിരിക്കും, പേഷ്യന്റ് അലർജിക് ആയിരിക്കും. സോഡിയം തയോസൾഫേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് എന്താണ് Na2S2O3 അല്ലെ. ഇതില് സൾഫർ ആറ്റം ഉണ്ടെങ്കിൽ പോലും സൾഫോണമൈഡ് ഗ്രൂപ്പ് വരുന്നില്ല. ഓക്കെ, സൾഫർ അലർജി എന്ന് പറഞ്ഞാല് പേഷ്യന്റ് സൾഫർ ആറ്റത്തിനോടല്ല അലർജി, സൾഫോണമൈഡ് ഗ്രൂപ്പിനോടാണ്. സോ നമുക്ക് ആ പേഷ്യൻസിൽ സോഡിയം തയോസൾഫേറ്റ് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, which of the following is more safe to sulfur allergic patient? ഓക്കെ, സെയിം അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് തന്നിരിക്കുകയാണ്. ഏതാക്രൈനിക് ആസിഡ്, ഓപ്ഷൻ ബി ഫുറോസമൈഡ്, ഓപ്ഷൻ സി സൾഫാമീദോക്സസോൾ. നമുക്കറിയാം ഫുറോസമൈഡിന്റെ സ്ട്രക്ചറിൽ സൾഫോണമൈഡ് വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ
സൾഫാമീതോക്സസോളിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിലും അതിലും സൾഫോണമൈഡ് ഗ്രൂപ്പ് വരുന്നുണ്ട്, യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇത് ഈതാക്രൈനിക് ആസിഡിന്റെ സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇതില് സൾഫോണമൈഡ് ഗ്രൂപ്പ് ഇല്ല. ഓക്കെ, ഇത് ഈതാക്രൈനിക് ആസിഡിന്റെ സ്ട്രക്ചർ ആണ്. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. സോ നിങ്ങൾ കണ്ടാൽ മനസ്സിലായിരിക്കണം. ഓക്കെ, ജസ്റ്റ് അങ്ങനെ പഠിച്ചു വെക്കുക. സോ ഈതാക്രൈനിക് ആസിഡ് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇനി നിങ്ങൾക്ക് തരികയാണ് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. ഒരു പേഷ്യന്റ് സൾഫ അലർജിയുള്ള പേഷ്യന്റ് ആണ്, ഏത് ഡ്രഗാണ് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. അതിന്റെ 4 ഓപ്ഷനിലും സൾഫോണമൈഡ് ഗ്രൂപ്പ് ഉള്ള സ്ട്രക്ചേഴ്സ് ആണ് തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക. 4 സ്ട്രക്ചേഴ്സിലും സൾഫോണമൈഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന് എമംഗ് ദാറ്റ് യു ഷുഡ് സെലക്ട് ഫുറോസമൈഡ്. മനസ്സിലായോ? അതായത് 4 സൾഫ അലർജിയുള്ള പേഷ്യന്റ് ആണ്, നിങ്ങൾക്ക് 4 സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ആ 4ലും സൾഫോണമൈഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി അതിൽ പേഷ്യന്റിൽ സേഫ് ആയിട്ടുള്ളത് ഫുറോസമൈഡ് ആയിരിക്കും. ഓക്കെ, ലെസ് ചാൻസ് ടു കോസ് സൾഫ അലർജി. കമ്പാരിറ്റീവ്ലി കുറച്ച് സൾഫ അലർജി കുറവുണ്ടായിരിക്കും ഫുറോസമൈഡിലാണ്. അങ്ങനെ 4 സ്ട്രക്ചറിലും സൾഫോണമൈഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുറോസമൈഡ് ചൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. നെക്സ്റ്റ്, SAR ഓഫ് ദി ബീറ്റ ബ്ലോക്കേഴ്സ്. ഓക്കെ, ബീറ്റ ബ്ലോക്കേഴ്സിന്റെ SAR സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീറ്റ ബ്ലോക്കേഴ്സ് വിത്ത് ആരിൽ എത്തനോൾ അമീൻ സ്ട്രക്ചർ ആണ്. ബീറ്റ ബ്ലോക്കേഴ്സ് വിത്ത് ആരിൽ എത്തനോൾ അമീൻ സ്ട്രക്ചർ ആണ്. അതിന് എക്സാമ്പിൾ ആണ് ഇത് ഡൈക്ലോറോ ഐസോപ്രിനാലിൻ. അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഡൈക്ലോറോ ഐസോപ്രിനാലിൻ ആണ് ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബീറ്റ ബ്ലോക്കർ ആണ് ഡൈക്ലോറോ ഐസോപ്രിനാലിൻ. ഇതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ആരൈൽ ഗ്രൂപ്പ്, ആരൈൽ എത്തനോൾ അമീൻ. ആരൈൽ ഗ്രൂപ്പ് ഉണ്ട്, എത്തനോൾ ഗ്രൂപ്പ് ഉണ്ട്, അമീൻ ഗ്രൂപ്പ് ഉണ്ട്. അതാണ് ആരൈൽ എത്തനോൾ അമീൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ കണ്ടോ, ഇതാണ് ഫസ്റ്റ് ഡൈക്ലോറോ ഐസോപ്രിനാലിൻ ആണ് ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബീറ്റ ബ്ലോക്കർ. അതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു ആരൈൽ ഗ്രൂപ്പ് ഉണ്ട്, എത്തനോൾ ഗ്രൂപ്പ് ഉണ്ട്, അമീൻ ഗ്രൂപ്പ് ഉണ്ട്. അതാണ് ബീറ്റ ബ്ലോക്കർ വിത്ത് ആരൈൽ എത്തനോൾ അമീൻ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഐസോപ്രിനാലിൻ എന്നുള്ള കോമ്പൗണ്ടിൽ നിന്നാണ്. ഐസോപ്രിനാലിൻ നമുക്കറിയാം എന്താണ്, ഒരു ബീറ്റ എഗോണിസ്റ്റ് ആണ്. ഈ ബീറ്റ എഗോണിസ്റ്റില് ഇവിടെ 3-4 പൊസിഷനിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്ത് ക്ലോറൈഡ് ഗ്രൂപ്പ്, ക്ലോറിൻ ആറ്റംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതെന്തായി മാറും? ആന്റഗോണിസ്റ്റ് ആയി മാറും, ബീറ്റ ബ്ലോക്കർ ആയി മാറും. Okay, that is dichloroisoprenalin is a first beta blocker having only partial antagonistic activity മാത്രമാണ് അതിനുള്ളത്. മനസ്സിലായോ? ബീറ്റ ബ്ലോക്കേഴ്സിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ബീറ്റ ബ്ലോക്കർ വിത്ത് ആരൈൽ എത്തനോൾ അമീൻ സ്ട്രക്ചർ ആണ്. അതിന്റെ പേര് ഡൈക്ലോറോ ഐസോപ്രിനാലിൻ ആണ്. ഇതാണ് ഏറ്റവും ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബീറ്റ ബ്ലോക്കർ. അത് പ്രൊഡ്യൂസ് ചെയ്തത് ഐസോപ്രിനാലിനിൽ നിന്നാണ്. ഐസോപ്രിനാലിൻ ഒരു ബീറ്റ എഗോണിസ്റ്റ് ആണ്. ഈ ബീറ്റ എഗോണിസ്റ്റിൽ ഈ 3-4 പൊസിഷനിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്ത് ക്ലോറൈഡ് ഗ്രൂപ്പ് ആഡ് ചെയ്തു. സോ എന്തായി? എഗോണിസ്റ്റ് ആന്റഗോണിസ്റ്റ് ആയി മാറി. ഡൈക്ലോറോ ഐസോപ്രിനാലിൻ ഈസ് എ ബീറ്റ ബ്ലോക്കർ. അതിന്റെ പാർഷ്യൽ ആന്റഗോണിസ്റ്റിക് ആക്ടിവിറ്റി മാത്രമാണ് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബീറ്റ ബ്ലോക്കേഴ്സ് വിത്ത് ആരൈൽ പ്രൊപ്പനോൾ അമീൻസ്. ഓക്കെ, ഇതാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ബീറ്റ ബ്ലോക്കേഴ്സ് വിത്ത് ആരൈൽ പ്രൊപ്പനോൾ. ആരൈൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, പ്രൊപ്പനോൾ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. പ്രൊപ്പനോൾ 1, 2, 3 പ്രൊപ്പനോൾ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അമീൻ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഇതാണ് അതിന്റെ ബേസിക് സ്ട്രക്ചർ. ബീറ്റ ബ്ലോക്കേഴ്സ് വിത്ത് ആരൈൽ പ്രൊപ്പനോൾ അമീൻ സ്ട്രക്ചർ. ഇതാണ് മോസ്റ്റ് പൊട്ടന്റ് ആയിട്ടുള്ള ബീറ്റ ബ്ലോക്കർ. ബീറ്റ ബ്ലോക്കേഴ്സ് വിത്ത് ആരൈൽ പ്രൊപ്പനോൾ അമീൻ സ്ട്രക്ചർ ആണ് ഏറ്റവും പൊട്ടന്റ് ആയിട്ടുള്ള ബീറ്റ ബ്ലോക്കേഴ്സ്. ഇനി ഇതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഓക്സി ഗ്രൂപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആരൈൽ ഓക്സി ഗ്രൂപ്പായിട്ട് പ്രസന്റ് ആവുകയാണെങ്കിൽ അതിന്റെ ബീറ്റ ബ്ലോക്കർ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഈ ഓക്സി ഗ്രൂപ്പ് വിൽ ഇൻക്രീസ് ബീറ്റ ബ്ലോക്കർ ആക്ടിവിറ്റി. ഇനി പറയുന്നത് ആരൈൽ പാരാ സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ആരൈൽ ഗ്രൂപ്പ്, ഇവിടെ ഒരു ആരൈൽ ഗ്രൂപ്പില് അതിന്റെ പാരാ പൊസിഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അത് സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കറായി മാറും. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതിന്റെ പാരാ
മെറ്റാപ്രലോൾ ആണ് എക്സാമ്പിൾ. ഇതിന്റെ ആരൈൽ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. ഈ ആരൈൽ ഗ്രൂപ്പിന്റെ പാരാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അത് സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആയി മാറും. സോ മെറ്റോപ്രലോൾ എന്താണ്? ഒരു സെലക്റ്റീവ് ബീറ്റ 1 ബ്ലോക്കർ ആണ് മെറ്റോപ്രലോൾ. എന്താണ് നമ്മൾ പറഞ്ഞു? എന്താണ്? ആരൈൽ ഗ്രൂപ്പിന് പാരാ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊരു സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആയി മാറും. അതിന് എക്സാമ്പിൾ ആണ് മെറ്റോപ്രലോള്. മെറ്റോപ്രലോളിന്റെ പാരാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് സെലക്റ്റീവ് ബീറ്റ 1 ബ്ലോക്കർ ആണ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ഈ ആരൈൽ ഗ്രൂപ്പ് നാഫ്തലീൻ റിങ് ആണെങ്കിൽ അത് നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആയിരിക്കും. ഓക്കെ, ഈ നാഫ്തലീൻ, ഈ ആരൈൽ ഗ്രൂപ്പ്, ഓക്കെ, സോ ഇവിടെ പ്രൊപ്രനലോൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ആരൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നാഫ്തലീൻ റിങ് ആണ്. ഓക്കെ, ഇതൊരു നാഫ്തലീൻ റിങ് അല്ലേ? ഇതൊരു നാഫ്തലീൻ റിങ് ആണ്. സോ അതെന്തായി മാറും? നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആയി മാറും. നോൺ സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബീറ്റ 1നെയും ബ്ലോക്ക് ചെയ്യും, ബീറ്റ 2നെയും ബ്ലോക്ക് ചെയ്യും. സോ അതിന് എക്സാമ്പിൾ ആണ് പ്രൊപ്രനലോൾ. സോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത എന്താണ്? ബീറ്റ ബ്ലോക്കേഴ്സ് വിത്ത് ആരൈൽ പ്രൊപ്പനോൾ അമീൻ സ്ട്രക്ചർ. ആരൈൽ ഗ്രൂപ്പ് ഉണ്ട്, പ്രൊപ്പനോൾ ഗ്രൂപ്പ് ഉണ്ട്, അമീൻ ഗ്രൂപ്പ് ഉണ്ട്. സോ അങ്ങനെയുള്ള ബീറ്റ ബ്ലോക്കേഴ്സ് ആയിരിക്കും മോസ്റ്റ് പൊട്ടന്റ് ആയിട്ടുള്ളത്. അവിടെ നമ്മളൊരു ആരൈൽ ഓക്സി ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ അതിന്റെ ബീറ്റ ബ്ലോക്കർ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഈ ആരൈൽ ഗ്രൂപ്പിന്റെ പാരാ പൊസിഷനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അത് സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് മെറ്റാപ്രലോൾ. അതിന്റെ ആരൈൽ ഗ്രൂപ്പ്, അതിന്റെ പാരാ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ മെറ്റാപ്രലോൾ സെലക്റ്റീവ് ബീറ്റ 1 ബ്ലോക്കർ ആണ്. ദെൻ നാഫ്തലീൻ, ഈ ആരൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു നാഫ്തലീൻ റിങ് ആണെങ്കിൽ, ഓക്കെ, ലൈക്ക് ഇൻ പ്രൊപ്രനലോൾ, അതെന്തായിരിക്കും? നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആയിരിക്കും. സെലക്ടിവിറ്റി ഉണ്ടായിരിക്കില്ല, നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആയിരിക്കും. ദെൻ ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് വരുന്നത് സോട്ടലോൾ ആണ്. സോട്ടലോള് നിങ്ങൾ നോക്കൂ. സോട്ടലോള് ആരൈൽ പ്രൊപ്പനോൾ അമീൻ സ്ട്രക്ചർ ആണ്. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ വരുന്നത് തന്നെയാണ്. ഓക്സി ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ബീറ്റ ബ്ലോക്കർ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ ആരൈൽ ഗ്രൂപ്പിന് പാരാ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട് അല്ലെ? പാരാ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നാൽ അതെന്താവുന്ന നമ്മൾ പഠിച്ചത്? സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആവേണ്ടതാണ് അല്ലെ? സോ ബട്ട് സോട്ടലോൾ എന്താണ്? നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആണ്. ഇതൊരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് വരുന്നതാണ് സോട്ടലോളിന്റെ സ്ട്രക്ചർ. അതായത് ഇതിന് പാരാ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും പാരാ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് എ സൾഫോൺ അമൈഡ് ഗ്രൂപ്പ് ആണ്. സോ ഈ സൾഫോൺ അമൈഡ്സിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ഇതെന്താവും? സെലക്റ്റീവ് അല്ല, നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആയിട്ടാണ് വരിക. ഇതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. ഓക്കെ, ഇതിന് പാരാ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സോ നമ്മൾ വിചാരിക്കും അത് സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആണ്, എന്നാൽ അങ്ങനെയല്ല. ഇതിന് പാരാ പൊസിഷനിൽ ഒരു സൾഫോണമൈഡ് ഗ്രൂപ്പാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതെന്തായി മാറും? നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആണ്. സോട്ടലോള്, മെറ്റോപ്രലോൾ ഒക്കെ അതിപ്പോ സോട്ടലോളും ദെൻ പ്രൊപ്രനലോളൊക്കെ നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഒരു എക്സെപ്ഷണൽ കേസ് ആണ് സോട്ടലോൾ കേട്ടോ. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദി ഗ്ലൂയൂറോണിഡേഷൻ റിയാക്ഷൻ ഫോർ ദി ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് മെറ്റോപ്രലോൾ ഗിവൺ ബിലോ. ഓക്കെ, മെറ്റോപ്രലോളിന്റെ ഗ്ലൂയൂറോണിഡേഷൻ റിയാക്ഷനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ മെറ്റോപ്രലോളിന്റെ സ്ട്രക്ചർ ആണ് നമുക്കറിയാം. ഇതെന്താണ്? നമ്മളിപ്പോ പഠിച്ചതാണ്. മെറ്റോപ്രലോൾ എന്ന് പറയുമ്പോൾ ആരൈൽ പ്രൊപ്പനോൾ അമീൻ ഡെറിവേറ്റീവ് ആണ്. ആരൈൽ ഗ്രൂപ്പ് ഉണ്ട്, പ്രൊപ്പനോൾ ഗ്രൂപ്പ് ഉണ്ട്, ദെൻ അമീൻ ഗ്രൂപ്പും വരുന്നുണ്ട്. സോ ആരൈൽ ഗ്രൂപ്പ് ഉണ്ട്, പ്രൊപ്പനോൾ ഗ്രൂപ്പ് വരുന്നുണ്ട്, ആരൈൽ പ്രൊപ്പനോൾ അമീൻ ഗ്രൂപ്പും വരുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു ഓക്സി ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, ബീറ്റ ബ്ലോക്കർ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഈ ആരൈൽ ഗ്രൂപ്പിന്റെ പാരാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതെന്താണ്? സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആണ്. സെലക്റ്റീവ് ബീറ്റ 1 ബ്ലോക്കർ ആണ് മെറ്റോപ്രലോൾ. ഓക്കെ, ദെൻ നമ്മളോട് മെറ്റോപ്രലോളിന്റെ ഗ്ലൂക്യൂറോണിഡേഷൻ റിയാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. യൂഷ്വലി നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഗ്ലൂക്യൂറോണിഡേഷൻ റിയാക്ഷൻ നടക്കുക മെയിൻലി കാർബോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ്, തയോൾസ്, ഈ ഗ്രൂപ്പിലൊക്കെയാണ് നടക്കുക? ഗ്ലൂക്യൂറോണിഡേഷൻ റിയാക്ഷൻ നടക്കുക. ഇതിൽ മെറ്റോപ്രലോളിന്റെ കേസിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലാണ്
ഗ്ലൂക്യൂറോണിഡേഷൻ നടക്കുന്നത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഈ ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് ഗ്ലൂക്യൂറോണിഡേഷൻ റിയാക്ഷൻ നടക്കുന്നത്. അതായത് ഫേസ് 1 നമുക്കറിയാം, മെറ്റബോളിസം എന്ന് പറയുമ്പോൾ ഫേസ് 1 ഉണ്ടായിരിക്കും, ഫേസ് 2 ഉണ്ടായിരിക്കും. മെറ്റോപ്രലോൾ ഫേസ് 1 റിയാക്ഷന് അണ്ടർഗോ ചെയ്യുമ്പോൾ ഇവിടെ ഈ സെക്കൻഡ് പൊസിഷനിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഫേസ് 1 മെറ്റബോളിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോക്സിലേഷൻ റിയാക്ഷൻ ആണ്. സോ സെക്കൻഡ് പൊസിഷനിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവും. ദെൻ അതാണ് ഫേസ് 2ലേക്ക് പോകുന്നത്. ഈ ഹൈഡ്രോക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള മെറ്റോപ്രലോൾ ആണ് ഫേസ് 2ലേക്ക് പോകുന്നത്. ഫേസ് 2 ഈസ് ഗ്ലൂക്യൂറോണിഡേഷൻ റിയാക്ഷൻ. സോ എന്താണ്, ഈ ഹൈഡ്രോക്സിൽ സെക്കൻഡ് പൊസിഷനിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ ഹൈഡ്രജൻ മാറ്റി ദെൻ ഗ്ലൂക്യൂറോണൈഡ് ഗ്രൂപ്പ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഗ്ലൂക്യൂറോണിഡേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഈ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലാണെന്ന് വിചാരിക്കരുത്. ഫേസ് 1ലെ മെറ്റോപ്രലോൾ ഹൈഡ്രോക്സിലേഷൻ റിയാക്ഷന് അണ്ടർഗോ ചെയ്യും. അങ്ങനെ സെക്കൻഡ് പൊസിഷനിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആഡ് ചെയ്യും. ദെൻ ഈ ഹൈഡ്രോക്സിലേറ്റഡ് മെറ്റോപ്രലോൾ ആണ് ഫേസ് 2 അണ്ടർഗോ ചെയ്യുന്നത്. ലിവറിൽ വെച്ചിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഫേസ് 2ൽ ഇവിടെ ഇത് റീപ്ലേസ് ചെയ്ത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ഗ്ലൂക്യൂറോണൈഡ് ഗ്രൂപ്പ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഫീനോളിക് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലാണ് ഗ്ലൂക്യൂറോണിഡേഷൻ നടക്കുന്നത്. ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ അല്ല, ഫീനോളിക് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലാണ് ഗ്ലൂക്യൂറോണിഡേഷൻ റിയാക്ഷൻ നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ ഓഫ് വെരാപ്പമിൽ. ഓക്കെ, സോ വെരാപ്പമിൽ നമുക്കറിയാം കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആണ്. അതിൽ തന്നെ നോൺ ഡൈഹൈഡ്രോ പിരിഡിൻ എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. അത് നമ്മൾ കാർഡിയോവാസ്കുലർ കണ്ടീഷൻസ് ലൈക്ക് ഹൈപ്പർ ടെൻഷൻ, ആൻജീന, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, അരിത്മിയാസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് സ്ട്രക്ചർ വരുന്നത് വെരാപ്പമിലിന്റെ. ഓക്കെ, നമ്മൾ ഡൈഹൈഡ്രോ പിരിഡിൻസിന്റെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു. അതിൽ ഡൈഹൈഡ്രോ പിരിഡിൻ സ്ട്രക്ചർ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി നോൺ ഡൈഹൈഡ്രോ പിരിഡിൻ ആണ്, അതിൽ വെരാപ്പമിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ഇത് വെരാപ്പമിലിന്റെ സ്ട്രക്ചർ ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദി മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ദി ഗിവൺ സ്ട്രക്ചർ ബിലോ. നമുക്ക് തന്നിട്ടുള്ള ഈ സ്ട്രക്ചറിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ ഫസ്റ്റ് ഈ സ്ട്രക്ചർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, എന്നാലല്ലേ അതിന്റെ മെക്കാനിസം പറയാൻ പറ്റുള്ളൂ. സോ ഇത് മാനിറ്റോളിന്റെ സ്ട്രക്ചർ ആണ്, മാനിറ്റോൾ. സോ മാനിറ്റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓസ്മോട്ടിക് ഡയോററ്റിക് ആണ്. ഇസ് എ 6 കാർബൺ ഷുഗർ ആൽക്കഹോൾ. 6 കാർബൺ. ഓക്കെ, 1 2 3 4 5 6. ഓക്കെ, 6 കാർബൺ ഷുഗർ ആൽക്കഹോൾ ആണ്. ഒരു ഹെക്സിറ്റോൾ സ്ട്രക്ചർ ഈസ് ദി കോർ ഫീച്ചർ. ഹെക്സിറ്റോൾ 6 കാർബൺ ഉള്ള ഒരു ഷുഗർ മോളിക്യൂൾ, അതാണ് അതിന്റെ കോർ ഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുക. 6 കാർബൺ ആറ്റംസ് ഉണ്ട്, ദെൻ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സും വരുന്നുണ്ട്. ഓക്കെ, ആൽക്കഹോൾ 6 ഷുഗർ ആൽക്കഹോൾ, 6 കാർബൺ ഷുഗർ ആൽക്കഹോൾ, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. ദെൻ മാനിറ്റോൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓസ്മോട്ടിക് ഡയോററ്റിക് ആണ്. ഒരു ഓസ്മോട്ടിക് ഡയോററ്റിക് ആണ്. നമ്മളത് ഇൻട്രാവീനസ്ലി അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഇതൊരു ലാർജ് ഇംപെർമിയബിൾ മോളിക്യൂൾ ആണ്. ഒരു ലാർജ് ഇംപെർമിയബിൾ മോളിക്യൂൾ ആണ്. സോ റീനൽ ട്യൂബ്യൂൾസിന്റെ ഉള്ളിലുള്ള ഓസ്മോട്ടിക് പ്രഷറിനെ അത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ അതൊരു ഓസ്മോട്ടിക് ഡയോററ്റിക് ആണ്. നമ്മുടെ റീനൽ ട്യൂബ്യൂൾസിന്റെ ഉള്ളിലെ ഓസ്മോട്ടിക് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ വാട്ടർ ഇലക്ട്രോലൈറ്റ്സിന്റെ ഫർദർ എബ്സോർപ്ഷൻ, റീഅബ്സോർപ്ഷൻ അവിടെ നടക്കില്ല. വാട്ടറിന്റെയും ഇലക്ട്രോലൈറ്റ്സിന്റെയും റീഅബ്സോർപ്ഷൻ നടക്കില്ല. അതിന് പകരം അതിനെ എക്സ്ക്രീറ്റ് ചെയ്യും, യൂറിനിലേക്ക് എക്സ്ക്രീറ്റ് ചെയ്യും. അതുകൊണ്ട് യൂറിൻ ഔട്ട്പുട്ട് കൂടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് അതിന്റെ മെക്കാനിസം. മാനിറ്റോൾ എന്താണ്, റീഅബ്സോർപ്ഷൻ, വാട്ടറിന്റെയും ഇലക്ട്രോലൈറ്റ്സിന്റെയും റീഅബ്സോർപ്ഷനെ പ്രിവെന്റ് ചെയ്യും, യൂറിൻ ഔട്ട്പുട്ട് കൂട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. സോ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. താങ്ക് യു.